അയ്യോ, ഇപ്പം വെല്ലുവിളി മാത്രമേ ഉള്ളൂ. മലയാള സിനിമയിൽ ധീരം പ്രഗത്ഭരായ പ്രൊഡ്യൂസർമാരുണ്ട്. ലിസ്റ്റൻ സ്റ്റീഫൻ, ആൻഡോ ജോസഫ്, ആൻ്റണി പെരുമ്പാവൂർ, മുകേഷ് ആർ മേത്ത, ഇവരൊക്കെ വമ്പൻ ആളുകളാണ്. നമ്മൾ സാധാരണക്കാർ ആകെപ്പാടെ 2 ചക്രയേ ഉള്ളൂ, ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. അതുകൊണ്ട് നമുക്കാരോടും വാശിയില്ല. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം. ഒരു ആൾ ഓടി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കോട്ടയം എറണാകുളം വണ്ടി എടുക്കാൻ പോവാണ്. പറഞ്ഞു, അതെ, ഇങ്ങനെ പ്ലാനുണ്ട്. എടുക്കരുത്, ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാനിത് മേടിക്കാം. നിങ്ങളെന്തെങ്കിലും നിങ്ങൾക്ക് ഈ പണി മടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ടേ നിങ്ങൾ എന്നിൽ നിന്ന് പോകാവുള്ളൂ. മനസ്സിലായോ? 3, നിങ്ങൾ എന്നോടൊപ്പം കാണണം. ഇങ്ങനെ പറഞ്ഞൊക്കെയാണ് പലരും യൂടോക്ക് ഉണ്ടാക്കാനും കൂടെ കൂടിയത്. എന്നിട്ട് അവരെന്നെ നടുക്കഴലിട്ടിട്ട് മുങ്ങിക്കളഞ്ഞു. ഗുഡ്വിൽ ഡയറീസ് വിത്ത് ജോബി ജോർജിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം സാർ. സ്വാഗതം. ഈ ഗുഡ്വിൽ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി റോഡിലൂടെ ഓടുന്നത് മൊത്തവും നമ്മുടെ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബസ്സുകളാണ്. അപ്പോൾ ഈ സിനിമയും ഇതും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അല്ല, നമ്മൾ ബിസിനസ്സല്ലേ ചെയ്യുന്നത്. ബിസിനസ്, സിനിമയും നമുക്ക് ബിസിനസ്സാണ്, ബസ്സും നമുക്കൊരു ബിസിനസ്സാണ്. പിന്നെ ബസ്സിനകത്തൊരു രസകരമായ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ബസ് മേടിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളൊന്നുമല്ല. പിന്നെ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടെങ്കിൽ ആ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, റോഡുകളിൽ മുഴുവനും ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബസ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ജോൺ എന്ന് പറയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പുള്ളിനെ സ്നേഹത്തോടെ അപ്പാപ്പി എന്ന് വിളിക്കും. കോട്ടയം എറണാകുളം റൂട്ട് ഡെവലപ്പ് ചെയ്തതിൽ ജോണിൻ്റെ പങ്ക് വളരെ വലുതാണ്, അതൊരു സംശയം വേണ്ട. പിന്നെ അയാളെടുക്കുക ആരുടെയും പരിപാടി നടക്കുകയില്ല. അയാൾ വളരെ സത്യസന്ധനാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഒപ്പം അയാളൊരു ധൈര്യശാലിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഞാൻ എങ്ങനെ ബസ്സിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഇതിനകത്തൊരു വലിയ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ഇത് കണ്ടു, ഞാൻ എന്ന് പറയുന്നു. എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എന്നല്ലാതെ അവർ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ അതിനോട് സഹകരിക്കുക. കാരണം ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കമൻറ്റ് കണ്ടു, ഞാനൊരു പ്രാഞ്ചിയേട്ടനാണോ എന്ന്. പ്രാഞ്ചിയേട്ടൻ ഇൻ ദ സെയിൻറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂക്കയും രഞ്ജിയേട്ടൻ്റെ മനോഹരമായ, ഞാനതിൻ്റെ പ്രൊഡ്യൂസറായില്ലല്ലോ എന്ന് എപ്പോഴും ഓർക്കാറുള്ളവരാണ്. അപ്പം പ്രാഞ്ചിയേട്ടനിലെ കഥാപാത്രമായ പ്രാഞ്ചിയോടൊപ്പം എന്നെ നിങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സന്തോഷവനായി. അതുകൊണ്ട് എന്നെ പ്രാഞ്ചി അരിപ്രാഞ്ചി എന്ന് വേണം വിളിച്ചോളൂ, കുഴപ്പമില്ല, നോ പ്രോബ്ലം ഫോർ ദാറ്റ്. അപ്പം എങ്ങനെ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എന്നെ ഒരാൾ സഹായിച്ചാൽ ഞാനതെൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കും. എന്നെ ഒരാൾ ഉപദ്രവിച്ചാലും ഞാനത് മനസ്സിൽ കൊണ്ട് നടക്കും. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പപ്പൻ, പ്രമോദ് പപ്പനിലെ പപ്പൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് ഈ 5ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കാര്യമൊക്കെ ഓർത്തിരിക്കുന്നത്? എനിക്ക് എൻ്റെ 10ാം ക്ലാസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിതെല്ലാം ഓർത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെ സിനിമ എനിക്ക് ഒരു വികാരമാണെങ്കിൽ ബസ് സർവീസ് എനിക്കൊരു വികാരമൊന്നുമല്ല, ഞാനതൊരു സർവീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ ബസ്സിൽ കയറി ഒരു സ്റ്റോപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോപ്പിലേക്ക് ഇറങ്ങുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് വലിയ ലാഭമൊന്നുമില്ല. ഓക്കെ, നമ്മൾക്ക് ഒരു ബസ്സിൽ ശരാശരി 3 പേര് വെച്ച് നമ്മൾ 3 കുടുംബം, ഈ പുണ്യാളത്തരമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാശുണ്ടാക്കി നിങ്ങളുടെ പെട്ടിക്കകത്ത് വെച്ചിട്ട് നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കി ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ സമൂഹ ജീവികളാകണം. ആ സമൂഹ ജീവികളാകണമെങ്കിൽ
നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അമരത്വമില്ല, നമ്മളൊരു ദിവസം മരിച്ചു പോവുക തന്നെ ചെയ്യും. പിന്നെ ഒരു വലിയ രണ്ട് പറയാം. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല, വയലാർ പറഞ്ഞിരിക്കുന്നതാണ്. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം. സൂര്യൻ 15 മണിക്കൂറിനപ്പുറം അസ്തമിച്ചു പോകും. ഇത്രയേ ഉള്ളൂ ജീവിതം. അപ്പം ഞാൻ ഓർമ്മകളിലൂടെ പോകുമ്പോൾ എൻ്റെ ഓർമ്മകളാണ് എന്നെ നയിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ്. ഇതിപ്പോൾ നിങ്ങൾ പറയുമ്പം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഈ മറ്റൊരാൾക്ക് ഗുണമുണ്ടോ, എനിക്ക് ഗുണമുണ്ടോ, ദോഷമുണ്ടോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കാനോ, ഞാൻ പറയുന്ന പേരുകളൊന്നും ഞാൻ ആരെയും വേദനിപ്പിക്കാനോ, ആരെയും ഇകഴ്ത്തി കാണിക്കാനോ, വലിപ്പത്തിൽ കാണിക്കാനോ അല്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തിന് ബസ് വന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഈ കല്ലറയിൽ എൻ്റെ ഒരു സുഹൃത്തിന് BSA SLR സൈക്കിളുണ്ടായിരുന്നു. എൻ്റെ വേറൊരു സുഹൃത്ത് പ്രിൻസ് ജേക്കബ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന് ബജാജിൻ്റെ സൈക്കിളുണ്ട്. ബജാജ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് റോൾസ് റോയ്സാണ്. അപ്പം ഞാൻ വീട്ടിൽ സൈക്കിൾ മേടിച്ച് വരാൻ പറഞ്ഞപ്പോഴത്തേന് എൻ്റെ വീട്ടിൽ എനിക്ക് ഹീറോയുടെ സൈക്കിളാണ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് 499 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് BSA തന്നെ വേണം. അങ്ങനെ BSA SLR സൈക്കിൾ മേടിച്ചപ്പോൾ എനിക്ക് ഈ റോൾസ് റോയ്സ് ഉള്ള പ്രിൻസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ മുമ്പിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ കണ്ട സൂത്രപ്പണി എന്നാന്ന് ചോദിച്ചാൽ 2 ഡൈനാമോ വെച്ച് ഓടിക്കാമെന്ന് വെച്ചു. ഈ 2 ഡൈനാമോ വെക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രേക്കാണ്. നിങ്ങൾ ഡൈനാമോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങൾ സൈക്കിളിൻ്റെ. അപ്പോൾ ഈ ഡൈനാമോ മേടിക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ 50 രൂപയുടെ വേണം. എൻ്റെ കയ്യിൽ 50 രൂപയില്ല. അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ NSS ഹൈസ്കൂളിൽ എൻ്റെ മുമ്പിൽ ഒരു അപ്പാപ്പൻ്റെ കടയുണ്ട്. ഈ അപ്പാപ്പൻ്റെ കടയിൽ ഏറ്റവും കൂടുതൽ പൈസ ഇൻ്റർവെല്ലിന് കളയുന്നത് സജു എന്ന് പറയുന്ന ഒരാളാണ്. അവൻ്റെ ഫാദറിന് വളക്കടയാണ്, അവൻ്റെ അമ്മ ടീച്ചറാണ്. സജു ഒരു ഒറ്റ ഇരിപ്പിന് 4 ജ്യൂസൊക്കെ കുടിക്കും. അപ്പോൾ എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ഒരു ദിവസം സജു എന്നോട് പറഞ്ഞു, എടാ നിങ്ങളുടെ വീട്ടിലെ പൂതപ്പട്ടി പ്രസവിക്കുമ്പോൾ എനിക്കൊരു പട്ടിക്കുട്ടിയെ കൊണ്ടുതരണം, ഞാൻ നിനക്ക് 50 രൂപ തരാം. തലയിൽ നമ്മുടെ വെള്ളടി അപ്പടിച്ചു. 50 രൂപ ഉണ്ടെങ്കിൽ കറക്റ്റ് എനിക്ക് ഡൈനാമോ മേടിക്കാം. ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ താഴെ റബ്ബർ തോട്ടത്തിനകത്ത് ഒരു കില്ലപ്പട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. ഞാനൊരു കായസഞ്ചിയിൽ ഒരു പട്ടിക്കുട്ടി എടുത്ത് അവന് കൊണ്ട് കൊടുത്തിട്ട് 50 രൂപ മേടിച്ചു, ഡൈനാമോ മേടിച്ചു. ആ പാവം ഞങ്ങൾ പ്രീ ഡിഗ്രി കഴിയുന്നതോളം വരെ ഈ പട്ടി പൂട വരുമോ എന്ന് നോക്കി എന്നിട്ട് പൂടയും വന്നില്ല. അവൻ്റെ കാശ് പോയി. അവനൊക്കെ പിന്നെ പക്ഷേ ഞങ്ങളുടെ സൗഹൃദത്തിനിടയ്ക്ക് അവൻ ഒത്തിരി ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരല്ലേ, അത് രസമല്ലേ. അപ്പം അവനറിയാം അവൻ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും അവനൊരു നല്ല സഖാവാണ്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ബിസിനസ്മാനിലേക്കുള്ള. അല്ല, അതൊന്നുമല്ല, അതൊത്തിരി കഥകളുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ അവനിലൊരു നല്ല ആളുള്ളത് കൊണ്ട് അവന് രാഷ്ട്രീയത്തിൽ പൈസ ഉണ്ടാക്കാത്ത ഒരാളാണ്. ഒരു പാവം നല്ല മനുഷ്യനാണ്. അവനെപ്പോഴും അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ യാഥാർത്ഥ്യബോധവുമായി ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ് സജു. അപ്പോൾ സജു എന്നോട് വന്നിട്ട് പറയുകയാണ്, ജോബി, എനിക്കൊരു പ്രത്യേക ആവശ്യത്തിന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. കോട്ടയം എറണാകുളം ഓടുന്ന ബസ് നീ മേടിക്കാമെങ്കിൽ എനിക്ക് ആ പൈസ തന്നാൽ എനിക്കതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിത് നോക്കാനൊന്നും ആളില്ല, ഞാൻ ലണ്ടനിൽ കിടക്കുന്ന ഞാനെങ്ങനെ ഇത് ഇവിടെ നോക്കും, ഇതിൻ്റെ പുറകെ നടക്കണം. അവനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ വീണ്ടും എന്നെ നിർബന്ധിച്ചു. കാരണം അവൻ എന്നോട് കടം ചോദിക്കാൻ താല്പര്യമില്ല, അത് അവൻ്റെ വ്യക്തിത്വം അനുവദിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം ഞാൻ അവനോട് പറഞ്ഞോളൂ, ഒരു കാര്യം ചെയ്യും, ഞാൻ ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പൂവാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 3 സുന്ദരിമാർ വരുമായിരുന്നു. 3 സുന്ദരിമാർ ഒന്നിച്ചാണ് വന്നത്. അതിലൊന്ന് രഞ്ജിനി രഘുനാഥ്, രഞ്ജിനി CN, ഷിബി തമ്പി. ഇവർ 3 സുന്ദരിമാരെ ഒന്നിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൽ രഞ്ജിനി രഘുനാഥ് ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചറായിട്ട് തൃപ്പൂണിത്തുറയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രഞ്ജിനി CNനെ വേറൊരു ആൾ കല്യാണം കഴിച്ചു, ഓസ്ട്രേലിയയിൽ എവിടെ യൂസ്. ഞാനതിന് ശേഷം കണ്ടിട്ടില്ല. ഈ ഷിബി തമ്പീനെ കല്യാണം കഴിച്ചിരിക്കുന്നത് കുറുപ്പന്തറയിലുള്ള ജയ്മോൻ ചേട്ടനാണ്. ജയ്മോൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 55ഓളം ബസ്സുകൾ കോട്ടയം എറണാകുളം, അതാണ് ആവേ മരിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ജയ്മോൻ ചേട്ടൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജയ്മോൻ ചേട്ടൻ ഇത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട് കേട്ടോ.
ജയമോഹൻ ചേട്ടൻ്റെ സർവീസൊക്കെ മഹാപേ ആയിട്ടാണ് നടക്കുന്നത്. ആ കാര്യത്തിൽ ജയമോഹൻ ചേട്ടൻ അപ്പാപ്പീനെ കണ്ടുപിടിക്കണം. ജയമോഹൻ ചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അപ്പാപ്പീനെ എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ജയമോഹൻ ചേട്ടനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് എന്ന ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ സാജുവിനോട് പറഞ്ഞു ഞാൻ ജയമോഹൻ ചേട്ടനോട് ചോദിക്കടാ, പുള്ളിക്കിപ്പം ഈ 55-ൻ്റെ കൂടെ 56 കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ജയമോഹൻ ചേട്ടനെ വിളിച്ചു. ജയമോഹൻ ചേട്ടൻ എടുത്ത വായി എനിക്ക് പറഞ്ഞു, എനിക്കിനി ബസ് വേണ്ട. എന്നാലും ജോബി പറഞ്ഞതല്ലേ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ ജയമോഹൻ ചേട്ടൻ്റേതായ ബിസിനസ് ട്രക്കുമായി എന്നെ വിളിക്കുന്നു. അതൊരു 45 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ മേടിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നേരെ, എനിക്കിത് അറിയത്തില്ലല്ലോ, ഞാൻ ഉടനെ സാജുവിനെ വിളിച്ചു. സാജു, ഇങ്ങനെയുണ്ട്, ജയമോഹൻ ചേട്ടൻ ഇതാണ് പറയുന്നത്. അപ്പോൾ സാജു പറഞ്ഞു, എടാ ജയമോഹൻ ചേട്ടൻ എന്നോട് 50 പറഞ്ഞതാണ്, ഇപ്പം പുള്ളി അത് ചവിട്ടുന്നതാണ്, ഞാനിനി ചുമ്മാ കൊടുത്താലും അവന് ഒരിക്കലും നീ ഒരു വില പറഞ്ഞെടുക്കാമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാനത് ആലോചിക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ, കുർബാന കഴിഞ്ഞ് 6:30 ഇറങ്ങുമ്പോൾ, ഇനി മലയാളിയുടെ വേറൊരു പ്രശ്നം, ഒരാൾ നശിച്ചു കാണുക, ഒരാളുടെ കുറ്റം പറയുക, ഇത് മലയാളിയുടെ ഒരു വലിയ വലിയ ഇഷ്ടമുള്ളൊരു വിനോദമാണ് ഞാൻ ഉൾപ്പെടുന്നത്. ഒരു സുഖമില്ല. ഞാൻ പള്ളി കയറി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കല്ലറയിലുള്ള ഒരു ആൾ ഓടി വന്നിട്ട് പറയുകയാണ്, ഈ വണ്ടി നിങ്ങൾ കോട്ടയം എറണാകുളം വണ്ടി എടുക്കാൻ പോവാണ്. പറഞ്ഞു, അതെ, ഇങ്ങനെ പ്ലാനുണ്ട്, എടുക്കരുത്, ഭയങ്കര പ്രശ്നമാണ്. അത് തന്നെയല്ല, നിങ്ങളിത് ജോണിനെയാണോ ഏൽപ്പിക്കാൻ പോകുന്നത്? ജോണിനെ ഏൽപ്പിച്ചാൽ അതിലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, പള്ളി വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലത് പറയാൻ മേലേ. ഞാൻ തിരിച്ച് ഇവിടെ വരുന്നു, എവിടെ, നമ്മുടെ വീട്ടിൽ വരുന്നു. ഞാൻ ജോണിനെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, എനിക്ക് സജുവിനെ ഒന്ന് സഹായിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഞാനിത് മേടിക്കാം. പക്ഷേ 3 കാര്യങ്ങൾ ഓർത്തോളുക. എനിക്ക് 3 മാസം അടുപ്പിച്ച് ഇത് നഷ്ടമായാൽ നമ്മളപ്പം ഇത് കൊടുക്കും. 2, നിങ്ങളെന്തെങ്കിലും നിങ്ങൾക്ക് ഈ പണി മടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും കൊടുത്തിട്ടേ നിങ്ങൾ എന്നിൽ നിന്ന് പോകാവുള്ളൂ. മനസ്സിലായോ? 3, നിങ്ങൾ എന്നോടൊപ്പം കാണണം. ഇങ്ങനെ പറഞ്ഞൊക്കെയാണ് പലരും യൂട്ടോക്ക് ഉണ്ടാക്കാനും കൂടെ കൂടിയത്. എന്നിട്ട് അവരെന്നെ നടുക്കഴിലിട്ടിട്ട് മുങ്ങിക്കളഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത കഥകളിൽ പറയാം. അപ്പോൾ ഇതാണ് ബസ് മേടിക്കാനുള്ള ഒരാഗ്രഹം. പിന്നെ ഇപ്പോൾ അതൊരു രസമാണ്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ റീലുകളിലെല്ലാം ഗുഡ്വിൽ ബസ്സുകളാണ് താരം. ഞങ്ങൾ നല്ല വെടിപ്പായിട്ടാണ് സർവീസ് നടത്തുന്നത്. അത് എൻ്റെ കഴിവിൽ എനിക്ക് ഈ ബസ്സിൽ ആരാ ഉള്ളെന്നോ അവിടുത്തെ സ്റ്റാഫിൻ്റെ പേരെന്നാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം ജോണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാനത് കൈകടത്താറ് പോലുമില്ല. നല്ലൊരാൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടത്താം എന്നുള്ളതിൻ്റെ തെളിവാണത്. തീർച്ചയായും ഇതാണ് ബസ്സിൻ്റെ കാര്യം. ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി കൂടിയാണോ? അതോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് നമ്മൾ കുറേ അധികം ചീത്തയാണ് കൂടുതലും കേട്ടിരിക്കുന്നത്. കാരണം അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് പെട്ടെന്ന് കൈ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു. ഞാൻ എൻ്റെ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ. സാർ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാളാണ്. ഞാൻ എറണാകുളം വരെയും പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ, ഇപ്പോൾ ഈ അസൂയ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. അതായത് ഞാനൊരു കുഞ്ഞു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ രാവിലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന അപ്പാപ്പൻ എന്നെ ഇങ്ങനെ തോണ്ടിട്ട് എന്നെ ഇത്ര കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്ന തിയേറ്ററിൽ ആളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ, പള്ളിക്കകത്തിരുന്നോണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ബെഞ്ചിലോട്ട് ഇരുന്നിട്ട് ചോദിച്ചു, അപ്പാപ്പൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. ചാക്കോ. അപ്പാപ്പനൊരു ചാക്കോ. ഞങ്ങളിപ്പോൾ ഭയങ്കര മെയ്റ്റാ. ഇപ്പം ഞാൻ അപ്പാപ്പൻ്റെ നടുക്ക് പോയേ ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പാപ്പന് വേറെ, അപ്പാപ്പൻ്റെ വീട്ടുപേര് പാറയിൽ നിന്നാണ്. അപ്പം ചാക്കോ പാപ്പന് കുശിപ്പൂർ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പാപ്പനോട് ആരാ പറഞ്ഞേ? അല്ല, കവലയിൽ ഇങ്ങനെ പറഞ്ഞ കേട്ടതാണ്. ഇത് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. അയൽവക്കത്തെ പെരക്കകത്താണ് നമ്മുടെ കണ്ണുകൾ എപ്പോഴും നിൽക്കുന്നത്. മനസ്സിലായോ? മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, അവനെ എങ്ങനെ വീഴ്ത്താം. ഇപ്പം എൻ്റെ റിലേറ്റീവായ ഒരാൾ, ഇപ്പം ഞാൻ എൻ്റെ മോളോ ഞാൻ എൻ്റെ പിള്ളേരൊന്നും വീണ്ടും ഞാൻ വരുമ്പോൾ ഇനി ഇതിനെ ജോബിയുടെ അങ്ങനെ പറയാം, ജോബി ജോർജിൻ്റെ പിള്ളേർ
ഹോസ്റ്റലിൽ നിർത്താൻ ജോബി ജോർജിന് താല്പര്യമില്ല. അവർ പഠിക്കുന്നത് പള്ളിക്കൂടത്തിലായിരുന്നപ്പോൾ കഴിഞ്ഞ 12-14 കൊല്ലവും ഇവിടുന്ന് ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ മോള് ലണ്ടനിൽ പഠിക്കാൻ വന്നപ്പോൾ അവൾ എനിക്ക് വീടുള്ളവിടത്തല്ല, അവൾ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സെൻഡ് ഹർ ടു ഹോസ്റ്റൽ. ഞാൻ അവൾക്ക് ഒരു വീട് മേടിച്ചു കൊടുത്തു. അവൾ ആ വീട്ടിൽ നിന്നാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വീട് മേടിച്ചത് എൻ്റെ റിലേറ്റീവായ ഒരാൾക്ക് ഇത് അറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവളെ കൊണ്ടാക്കി ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടമുള്ള, എനിക്ക് കൂടുതൽ വേരോട്ടമുള്ള ന്യൂ കാസിൽ അപ്പോൺ ടൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ ഞാൻ എനിക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രോമിനൻറ്റ് പ്ലേസിൽ ഒരു സ്റ്റോൺ ബിൽറ്റ് ലിസ്റ്റഡ് വീട് ലേലത്തിനിട്ടിരിക്കുന്നത് കണ്ടു. ആ വീടിനോടുള്ള കമ്പവും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും മൂലം ഞാൻ ആ ബിഡിൽ പങ്കെടുത്തു. അതവിടെ വലിയ വാർത്തയൊക്കെയായിരുന്നു. അപ്പം എനിക്കത് കിട്ടിയപ്പോൾ എൻ്റെ റിലേറ്റീവായ ഒരു സഹോദരി ഒരു കാഷ്വൽ ടോക്കിനിടയിൽ എന്നോട് പറയുകയാണ്, നിൻ്റെ ഒരു ഭാഗ്യം ഭയങ്കര, നിനക്കൊരു പണി കിട്ടുന്നില്ലല്ലോടാണ്. വാട്സാപ്പിൽ കൊണ്ട് എന്നെ എടുത്ത് കാണിക്കാം. ഞാൻ എന്ത് ചെയ്തു? വലതുവശത്തെ കള്ളൻ ഇങ്ങനെ തിയേറ്ററിൽ പമ്മി നിൽക്കുമ്പോൾ എന്നോട് ഹൗ ഇസ് ദ മൂവി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് മറുപടി കൊടുത്തു, ചേച്ചിയുടെ ആഗ്രഹപ്രകാരം എനിക്ക് ചെറുതായി പണി കിട്ടിയിട്ടുണ്ടേ. ഇതുണ്ടായതുപോലെ അപ്പം മലയാളികൾ മറ്റൊരാളെക്കുറിച്ച് എപ്പോഴും മോശം ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ബസ് തൊഴിലാളികൾ, നിങ്ങളെപ്പോലെ തന്നെ 2 കാലും 2 കണ്ണുമുള്ള എൻ്റെ കൂടെയുള്ള എല്ലാ ബസ്സിലെ കണ്ടക്ടറായാലും ഡ്രൈവറായാലും ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്മേറ്റായ ജയപ്രകാശിൻ്റെ ബ്രദറാണ് നമ്മുടെ കോട്ടയം കല്ലറ കുറുപ്പന്തറ വഴി പോകുന്ന വണ്ടിയിലെ കണ്ടക്ടർ. അദ്ദേഹം ഒരു ദിവസം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജോണും ഞാനുമായിട്ട് വീട്ടിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തരാൻ വന്നപ്പോൾ, ജോണിന് കൊടുക്കാൻ വന്നപ്പോൾ എന്നോട് വർത്തമാനം പറഞ്ഞു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ജയപ്രകാശിൻ്റെ ബ്രദറല്ലേ, ജയപ്രകാശ് പറയണ്ടെന്നാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ആളുകളെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, പകൽ വാഴും പെരുമാൾക്ക് രാജ്യഭാരം 15 നാഴിക മാത്രം. ഞാൻ മധ്യാഹ്നത്തിലാണ് നിൽക്കുന്നത്, സായന്തനത്തിനോടുള്ള യാത്രയിലാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, അല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങളിൽ പെടുത്തരുത് എന്ന പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ബസ്സിൽ തൊഴിലാളികൾ മോശമാണെന്നും പറഞ്ഞാൽ ഞാൻ പറയില്ല. അവർ മനുഷ്യരാണ്. എനിക്ക് ഇനിയും പറ്റിയാൽ ഞങ്ങൾ ബസ് മേടിക്കും. പിന്നെ മാർക്കറ്റിംഗ്, വൈ നോട്ട്? നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാ പോസ്റ്ററുകളും പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ഡ്രൈവറുടെ പുറയിലുള്ള ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കും, ഡോറിന് മുഖം. ഇതൊക്കെ എല്ലാവരും അറിയേണ്ട സിനിമ വരുന്നുള്ള കാര്യം. തീർച്ചയായും. അതിനെന്താ? അപ്പോൾ സാറിപ്പോൾ ഒരു നിർമ്മാതാവാണ്. അപ്പം ആ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന എന്തിനായിരിക്കും? അതിൻ്റെ കഥയ്ക്കാണോ, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് സാധ്യതകൾക്കാണോ? അതായത് ഒരു സിനിമ എടുക്കുമ്പോൾ നമ്മൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ഒരു സിനിമ ഉണ്ടാക്കാൻ പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ 2012 അഡ്വാൻസ് കൊടുത്തിട്ട് പോലും എനിക്കും പൃഥ്വിരാജനുമായിട്ടൊരു പടം ചെയ്യാൻ നാളിതുവരെ പറ്റിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കട്ട പ്രണയമാണ്. എൻ്റെ പള്ളിയിലെ പെരുന്നാളിന് കൊടി ഉയർത്താൻ വന്നത് പൃഥ്വിരാജാണ്. എനിക്ക് നല്ല ഉറപ്പാണ് അദ്ദേഹം ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ലെന്ന്. ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട് ഫഹദുമായിട്ട് പടം ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ടു. GST പോലും അടച്ചു. അപ്പം സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അപ്പം സിനിമയിൽ ആദ്യം വേണ്ടത് നല്ല സബ്ജക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ഈ സബ്ജക്റ്റ് കൃത്യമായി എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന നല്ല എഴുത്തുകാരെ കിട്ടുക എന്നുള്ളതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ ഞാൻ പറയേണ്ടത് ക്രിയേറ്റീവ് ഹെഡ്. ക്യാപ്റ്റൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ക്യാപ്റ്റൻ പ്രൊഡ്യൂസറല്ലേ, പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സംവിധായകനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നല്ല സംവിധായകനെ
വിഷ്വലൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, ചിന്തിക്കുന്ന, വായനാശീലമുള്ള, അറിവുള്ള, ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംവിധായകനെ കിട്ടുമ്പോഴാണ് അത്. അങ്ങനെ വന്ന് ഇത് നമ്മൾ പറഞ്ഞ് അതിൽ അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരാളെ കിട്ടി, ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ ആളുകളെ കിട്ടി, അത് സിനിമയാക്കി ആളുകൾ കാണുന്നവിടം വരെയും റിസ്ക്കാണ്. അങ്ങനെ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ഈസ് ദ ഹീറോ, കണ്ടൻറ്റ് ഈസ് ദ കിങ്. അതിൻ്റെ സബ്ജക്റ്റ് എന്തോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം. ഇപ്പം വലതുവശത്തെക്കാളും പ്രതീക്ഷിച്ചത്ര നേട്ടം കിട്ടിയില്ലായിരുന്നു തിയേറ്ററിലാണെങ്കിൽ. അപ്പം അതിൽ നിന്നും എന്ത് പാടാണ് ഉൾക്കൊണ്ടത്? അല്ല, അതിൽ നിന്ന് പാഠം നേട്ടം കിട്ടിയില്ല. അത് പാഠം വാങ്ങുന്നത് ബിസിനസ് ആകുമ്പം ലാഭവും നഷ്ടവും വരും, മനസ്സിലാകും. സിനിമ സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൊഡ്യൂസറുടെ അനുഭവ യോഗമാണ് സിനിമ. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് അനുഭവിക്കാൻ യോഗമില്ല, അതുകൊണ്ടായിരിക്കും. അല്ലാതെ അതിനകത്ത് പാടുമ്പോൾ അതിനകത്ത് നല്ല ടെക്നീഷ്യനല്ലേ, നല്ല പാട്ടാണ്, നല്ല കഥയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. ഈ കേരളത്തിലെ ബ്രാൻഡ് ലീഡറായ ഡയറക്ടർ ജീത്തു ജോസഫ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ആ പടം ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ അത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. സിനിമയോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പാഷനായിട്ട് കണ്ടേക്കുന്നത് കാറുകളുടെ ഒരു ശേഖരമാണ്. അപ്പോൾ ഈ സിനിമയുടെ തിരക്കുകൾക്കിടയിൽ നിന്നും മാറുമ്പോൾ ഡ്രൈവിങ് ഒരു റിലാക്സേഷനായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം മമ്മൂക്കയും സാറും ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നതായിട്ട്, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതായിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, ഞാൻ വണ്ടി എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമാണ് വണ്ടികൾ ഓടിക്കാനും. എനിക്കത് ഒത്തിരി വർഷങ്ങളായിട്ട് തന്നെ വണ്ടികൾ ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര, ഞാൻ ഒറ്റയ്ക്ക് ലൗഡായിട്ട് പാട്ട് കേട്ട് ഓടിക്കുന്ന ഒരാളാണ് ഞാൻ ലണ്ടനിൽ നിന്ന് ഫ്രാൻസിലും ഇറ്റലിയിലൊക്കെ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പം വണ്ടി എറണാകുളത്തിനൊക്കെ പോകുമ്പോൾ ഓടിക്കാറില്ല. കാരണം നമുക്ക് ഈ ഫോണുള്ളത് കൊണ്ട് നമ്മളറിയാതെ ഫോൺ എടുത്തിട്ട് ഒരു പോലീസുകാരൻ കണ്ടിട്ട് അത് തന്നെ നമുക്ക് ഫൈൻ അടിക്കാൻ, അത് തെറ്റാണല്ലോ, നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനത് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ ഡ്രൈവറെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ വണ്ടി ഓടിക്കുന്നത് എനിക്കിഷ്ടമാണ്. വണ്ടികൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള എല്ലാ വണ്ടികളും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ നമ്പറുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങൾക്കും 4444 എന്ന ഫാൻസി നമ്പറാണ്. അതൊരു എന്താ പറയുക, ലക്കി നമ്പറായിട്ട് കരുതുന്നുണ്ടോ അതോ ഇതൊക്കെ അന്ധവിശ്വാസമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മാനസിക സംതൃപ്തിയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? ടു മേക്ക് യുവർ സെൽഫ് ഹാപ്പി, ദെൻ യു മേക്ക് അതേഴ്സ് ഹാപ്പി. അപ്പോൾ എന്നെ സംതൃപ്തിപ്പെടുത്തുന്നത് 4444 ആണ്. ആ പണ്ട് കാലത്ത് എനിക്കൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളെല്ലാം എടുത്തിട്ട് പല RTO ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലായിടത്തും KL7 വേണം, KL1 വേണം എന്നൊക്കെ ഒരു പൂതി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ വണ്ടിയൊക്കെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ 4444 വന്നതിന് ശേഷം എന്തോ എനിക്കൊരു ഇത് കൊള്ളാമല്ലോ, ഇതൊരു പോസിറ്റീവ് എനർജി തരുന്നല്ലോ എന്നൊരു തോന്നൽ. പിന്നെ ഞാനത് കൂട്ടി നോക്കുമ്പം 4 + 4 8, 8 + 8 16, 6 + 1 7 എന്ന് പറയുമ്പോൾ 7 എൻ്റെ ബർത്ത് ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് കൊണ്ട് നടക്കുന്നു, ഇത്രയേ ഉള്ളൂ. അത് വേറെ കാര്യമൊന്നുമില്ല. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ചെറിയ കാലം കൊണ്ടാണ് വലിയ വിജയങ്ങൾ നേടിയത്. അപ്പം ഇന്നത്തെ മലയാള സിനിമയുടെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സാർ ഒരു സിനിമ എടുക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്? അയ്യോ, ഇപ്പം വെല്ലുവിളി മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കാലമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് 10-20-22 കൊല്ലമായി. ചെറിയ കാലമൊന്നുമല്ല. പക്ഷേ വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയുടെ മോശ സമയത്ത് കൂടിയാണ് നടക്കുന്നത്. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഡെന്നീസ് തിയേറ്ററൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ മാത്രമായിരുന്നു റവന്യൂ. സാറ്റലൈറ്റ്, ഡിജിറ്റൽ ഇതൊന്നുമില്ലായിരുന്നു. തിയേറ്ററിൽ നിന്ന് കിട്ടിയാൽ കിട്ടി.
തിയേറ്ററിൽ നിന്ന് പോയാൽ പോയി. അത് കഴിഞ്ഞ് ആ തിയേറ്റർ ആ ബിസിനസ്സിന് ശേഷം അപ്പുറത്ത് ഓഡിയോ ബിസിനസ്സിനൊരു ബലം വെച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലത്ത് ഓഡിയോ കമ്പനിക്കാരായിരുന്നു, പാട്ടുകാർ, അവരായിരുന്നു സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പൈസ അഡ്വാൻസ് മേടിച്ച് സിനിമ പിടിക്കുന്ന കാലം വന്നു. അപ്പം 2 റവന്യൂ വന്നിരുന്നു, ഓഡിയോയും വന്നു, തിയേറ്ററും വന്നു. അതിനുശേഷം പറയുവാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ, പിന്നെയാണ് ഈ സാറ്റലൈറ്റ് ബിസിനസ് വന്നു. അവിടെ ഡിജിറ്റൽ ഇല്ല. അപ്പോൾ ഈ സാറ്റലൈറ്റ് വന്നതിന് ശേഷം ബിഫോർ റിലീസ് തന്നെ സാറ്റലൈറ്റ് ടെലിവിഷൻകാർ അതിൽ മലയാള സിനിമയെ വളർത്താൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് സൺ നെറ്റ്വർക്കാണ്. സൂര്യ ടി വിക്കാരായിരുന്നു കൂടുതൽ നമ്മൾ മലയാള പടങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം സാറ്റലൈറ്റ് ഒരു ഇൻകമായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് മുടക്കുമുതൽ കിട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞ് സാറ്റലൈറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് OTT എന്ന് പറഞ്ഞ സാധനം വന്നു, ഓവർ ദ ടോപ്പ്. അതായത് ഡിജിറ്റലായിട്ടുള്ള ഇത് വന്നു. അപ്പോൾ തിയേറ്റർ വന്നു, സാറ്റലൈറ്റ് കിട്ടുമായിരുന്നു, OTT വരുമായിരുന്നു, മ്യൂസിക് ഉണ്ടായിരുന്നു, ഈ റൈറ്റ്സുകളൊക്കെ വിൽക്കാമായിരുന്നു. ഇതിന് ശേഷം നമ്മളുടെ മലയാളികൾക്കുള്ളൊരു പ്രത്യേകത, നമ്മളെപ്പോഴും പ്രവാസ ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മലയാളികളില്ലാത്ത ഒരു ഭൂഖണ്ഡങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഓവർസീസ് റൈറ്റ്സിന് വാല്യൂ കൂടി. ഇപ്പം ഇവിടെ 1 കോടി രൂപ ഷെയർ വന്നാൽ നിങ്ങൾ ഓർത്തോളൂ, അതിൻ്റെ 1/3 വിദേശത്തും വരും. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാ ബിസിനസ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ എന്ത് വെച്ചാൽ ഈ സാറ്റലൈറ്റും ഡിജിറ്റലും അങ്ങ് പോയി. അവർ ആഫ്റ്റർ റിലീസ് പടം വിജയിച്ചാൽ മാത്രമേ മേടിക്കൂ എന്നൊരു ധാരണ വന്നു. എന്നാലും അതിനൊക്കെ ഈ ചില നോർത്ത് ഇന്ത്യൻ ലോബികളൊക്കെ പൈസയൊക്കെ മേടിക്കുന്നവരൊക്കെ ഉണ്ട്, മാൽ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ മാൽ പ്രാക്ടീസ് ചെയ്യാൻ അറിയത്തുമില്ല. നമ്മുടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ ദൈവമേ വരാതിരിക്കട്ടെ, ഇപ്പം നമ്മൾ ഇതുവരെയും പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ കോ പ്രൊഡ്യൂസർ എന്നും വെച്ച് സിനിമ ചെയ്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്താൽ അപ്പോഴേ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പടം തല്ലിക്കൂട്ടുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറിയിരിക്കുന്നു ഇപ്പം. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ മാത്രം പണ്ടത്തെ പോലെ തിയേറ്റർ ബിസിനസ് അല്ല, ഓഡിയോയും ഇപ്പം ഈ കോർപ്പറേറ്റ്സുകൾ വന്നിട്ട് അവർക്ക് ലാഭനഷ്ടങ്ങൾ കണക്ക് കാണിക്കാൻ വേണ്ടി അവരിവിടെ വന്ന് പാട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി വലിയ വിലയ്ക്ക്. അപ്പോൾ അത് പ്രൊഡ്യൂസർക്ക് കിട്ടും. പക്ഷേ കേരളത്തിലെ സാഹചര്യം മെജോറിറ്റി ഉള്ള എല്ലാ പ്രൊഡ്യൂസർമാർക്കും മ്യൂസിക് ലേബലുകളായി. ഇതിന് തുടക്കം കുറിച്ചത് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സാണ്. നമ്മളാണ് ആദ്യമേ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പാട്ട് തുടങ്ങിയത്, പാട്ട് കൊടുക്കാതെ മേടിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസർമാരൊക്കെ അവർ പുറത്തൊന്നും മേടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ലിസ്റ്റിൻ 1-2 പടം മേടിച്ചിട്ടുണ്ട്. പിന്നെ ആൻഡോ ജോസഫ് മേടിച്ചിട്ടില്ല, ആൻ്റണി ചേട്ടൻ മേടിച്ചിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ മാത്രമാണ് പുറത്തുനിന്ന് മേടിക്കുകയും നമ്മുടെ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ. അപ്പം ക്വസ്റ്റ്യൻ വെല്ലുവിളികൾ ബിസിനസ് ഇല്ല, കോസ്റ്റ് കൂടുന്നു. മനസ്സിലായോ? സിനിമയുടെ പ്രത്യേകത, സിനിമ പൊളിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം നിങ്ങളൊരു കട പൊളിഞ്ഞു പോയാൽ ആ കടയുടെ ഇൻറ്റീരിയർ പൊളിച്ച് വിൽക്കാം, സ്റ്റോക്ക് കൊടുത്താൽ കാശ് കിട്ടും, എല്ലാം കിട്ടും. സിനിമ പൊളിഞ്ഞാൽ ആകെ കിട്ടുന്നത് ഹാർഡ് ഡിസ്ക് കിട്ടും. അതാണ് ഒരവസ്ഥ.